ഹായ് ഓൾ, എൻ്റെ പേര് പവിത്ര എന്നാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് അമ്മമാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. അതായത് ഞാൻ എൻ്റെ മകളുടെ പാലുകുടി എങ്ങനെയാണ് നിർത്തിയത് എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു ജനിച്ച സമയം മുതൽ 6 മാസം വരെ നമ്മൾ കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നാണല്ലോ പറയുക. പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡ് ആഡ് ചെയ്യും. കൂട്ടത്തിൽ നമ്മൾ പാല് കൊടുക്കും. അപ്പം ഞാൻ അങ്ങനെ ഒരു 2.5 വയസ്സ് വരെ മോൾക്ക് പാല് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയത്. 2025 ഡിസംബർ ലാസ്റ്റിൽ നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുകയാണ് നല്ലത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പാല് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മോൾക്കിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞ് 3 മാസം ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയൊരു 3 മാസം കൂടെയാണ് എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ളത്. പക്ഷേ ആക്ച്വലി ഞാൻ ഈ 2 വയസ്സാവുന്നതിന് മുൻപ് 2 വയസ്സിൽ നിർത്താമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പിന്നെ അത് നീട്ടിയതാണ്. അത് നമ്മൾ അമ്മമാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നണത്. നമുക്ക് അവരുടെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ അത്ര എളുപ്പമല്ല. നമുക്ക് മാനസികമായിട്ട് അത് ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ തന്നെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർ പറയുകയും ചെയ്തു ഫീഡിങ് നിർത്തും വേണം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടുവന്ന അന്ന് രാത്രി തന്നെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു നിർത്താം എന്നുള്ളൊരു കാര്യം. ഡോക്ടർ പറഞ്ഞത് 2 വീക്സ് എടുത്തിട്ട് നിർത്തിയാൽ മതി എന്നാണ്. പക്ഷേ അതെനിക്ക് വർക്കൗട്ട് ആവില്ല, മോൾക്കും വർക്കൗട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഡോക്ടർ പറഞ്ഞത് മോർണിംഗിൽ ഡേ ടൈമിൽ നിർത്തിയിട്ട് പിന്നെ രാത്രിയിലെ നിർത്തുക, അങ്ങനൊരു മെത്തേഡാണ്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കുറേ മുൻപേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും കണ്ടത് ഇങ്ങനൊരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് മോൾക്ക് വർക്കൗട്ട് ആവുമെന്ന് തോന്നിയില്ല. കാരണം അവൾ ഫുൾ ടൈം പാല് കുടിക്കുന്ന ഒരാളാണ്. ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കണം തോന്നും. അപ്പോൾ അവളുടെ കംഫേർട്ടിന് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്യും, പാല് കുടിക്കും. അപ്പോൾ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ പാല് കുടിക്കുന്നുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അവൾ. അപ്പോൾ എനിക്ക് ഈ ഒരു മെത്തേഡ് അവൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുമെന്ന് തോന്നി. അതായത് ഡോക്ടർ പറഞ്ഞ 2 വീക്സ് കൊണ്ട് പതുക്കെ നിർത്തുക എന്നുള്ളത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എനിക്കൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ കയ്പുള്ളതും പുളിപ്പുള്ളതൊക്കെ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ പുരട്ടിയിട്ട് കുട്ടിയുടെ പാലുകൂടി നിർത്തുന്ന മെത്തേഡുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ട്രൈ ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നു. കാരണം കുട്ടികളത് മോള് ഈ പാല് നിർത്തണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുമല്ലോ. അപ്പം അങ്ങനൊരു കാര്യം, അവളത് വെറുക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇതെങ്ങനെ നിർത്താം, അവൾക്ക് അതൊരിക്കലും ഒരു കയ്പുള്ളൊരു ഓർമ്മയാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ അമ്മ പറഞ്ഞൊരു മെത്തേഡ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൾക്ക് ഇത് വർക്കാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് വർക്കായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ പാലുകൂടി നിർത്തിയത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ അവളുടെയും പാലുകൂടി നിർത്തിയത്. അതായത് നിപ്പിളിൻ്റെ അവിടെ റെഡ് കളറുള്ള എന്തെങ്കിലും തേക്കും. അപ്പം ഞാൻ തേച്ചത് മോൾക്ക് നെറ്റിയിൽ തൊടാനായിട്ടുള്ള കളർ പൊട്ടുകളില്ലേ, കളർ ചാന്ത്, അതിൻ്റെ റെഡ് കളർ എടുത്തിട്ട്, നല്ല ബ്രൈറ്റ് റെഡ് എടുത്തിട്ട് ഞാൻ 2 നിപ്പിളിൻ്റെ അവിടെ തേച്ചു. എന്നിട്ട് മോൾക്ക് കാണിച്ചു കൊടുത്തു. അവൾ ആദ്യം നോക്കി, രണ്ടും മാറി നോക്കി. പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നു പോയി, വീണ്ടും വന്നു, നോക്കി, നടന്നു പോയി, വീണ്ടും വന്നു. അങ്ങനെ 3 വട്ടം നോക്കി. 3ാമത്തെ തവണ അവൾക്ക് നല്ല വിഷമം, മുഖം കണ്ടറിയാം മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന്. അതുപോലെ റിയാക്ഷൻ തന്നെ, ആ കൊച്ചുകുട്ടിയുടെ ഫേസിൽ നിന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അതായത് സങ്കടമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനൊരു ഫീലാണ് എനിക്കുണ്ടായത്. ഇങ്ങനെ വിതുമ്പുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അവൾ എന്നിട്ട് 3ാമത്തെ വട്ടവും വന്ന് നോക്കിയിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു,
സാരമില്ല ഏട്ടാ എന്ന് പറഞ്ഞു. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാനിരിക്കണേ. ഇതും കൂടി ആയപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് അവളെന്നെ കെട്ടിപ്പിടിച്ചു, ഞാനും കരഞ്ഞു, അവളും കരഞ്ഞു. അവൾ ഭയങ്കരമായിട്ട് അലമുറയിട്ടൊന്നും കരഞ്ഞില്ല കേട്ടോ. ഞാനാണന്ന് കരഞ്ഞ് ആകെ ബോറാക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചില്ല. ഞാൻ ഈ ഡോക്ടറെ കണ്ടു വന്ന അന്ന് രാത്രി 9 മണിക്ക് ആണ് അവൾക്ക് ലാസ്റ്റ് പാല് കൊടുത്തത്. അതിന് ശേഷമാണ് ഞാനിതൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. 29-ാം തീയതി, ഡിസംബർ 29-ാം തീയതി രാത്രി അവൾ ഉറങ്ങാൻ നേരത്തെ എന്നോട് പാല് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ബാവു അല്ലടാ എന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ ഈ കയ്യിൽ കിടന്ന് പാട്ടൊക്കെ പാടി അന്ന് കിടന്നുറങ്ങി. എനിക്കത് ശരിക്കും അത്ഭുതമായി. കാരണം പാല് കുടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒരുപാട് നേരം എടുത്തിട്ട് ഉറങ്ങുന്ന ആൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ പാട്ടൊക്കെ പാടി ഇരുന്നപ്പോഴേക്കും അവൾ ഉറങ്ങി. പക്ഷേ രാത്രി 4-5 വട്ടം അവൾ എഴുന്നേറ്റ് പാല് ചോദിച്ചു, കരഞ്ഞു. ഭയങ്കര കരച്ചിലല്ല, പക്ഷെ എന്നാലും കരഞ്ഞു. എന്നാലും അവൾ ഉറങ്ങി. പക്ഷെ അന്നത്തെ അവളുടെ ഉറക്കം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സെക്കൻഡ് ഡേയും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും കുറച്ചും കൂടെ ബെറ്ററായെന്ന് തോന്നി. 3 ദിവസം 4-ാമത്തെ ദിവസം അവളൊരു സ്ട്രെയിറ്റ് ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. അതായത് രാത്രി ഉറക്കി ആ സമയം മുതൽ അവൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം വരെ സ്ട്രെയിറ്റായിട്ട് അവൾ കിടന്നുറങ്ങി എന്നുള്ളതാണ്. എനിക്ക് സന്തോഷമുണ്ടായി, സങ്കടമുണ്ടായി. കാരണം അവൾ അത് ആക്സെപ്റ്റ് ചെയ്തല്ലോ. പകലൊക്കെ പാല് ചോദിക്കുക, ഇടയ്ക്കൊക്കെ വന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും വാവുവാണെന്ന്. അപ്പോഴും അവളത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. അതെന്തോ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ പറഞ്ഞു ഞാൻ. ഇനി സംഭവം അവൾ ആക്സെപ്റ്റ് ചെയ്തുവെങ്കിലും എനിക്കത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിടയ്ക്ക് എൻ്റെ കൺട്രോൾ പോകാറുണ്ട്. ഓടിപ്പോയി അവളെ വാരിയെടുത്ത് പാല് കൊടുക്കണം എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ അമ്മമാർക്ക് ഇത് തീരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മൾ സ്ട്രോങ് ആവണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മക്കൾ ഇതേപോലെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ ഒരിക്കലും ഇവൾ സമ്മതിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അവൾ എങ്ങനെയോ ഇത് അവളിൽ വർക്കായി. പിന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്, കൈയൊക്കെ പൊട്ടി കൈയും എന്തായാലും കുട്ടികൾ ഓടി നടക്കുന്നത് കാരണം കൈയും കാലൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വേദന അവർക്കറിയാലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കാം അവളത് ആക്സെപ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ കൈയും കാലും പൊട്ടാത്ത കുട്ടികളുണ്ടാവും തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 ദിവസം മുമ്പ് ഒന്ന് ട്രെയിൻ ചെയ്ത് തുടങ്ങിക്കോളൂ. അതായത് നിങ്ങളുടെ കയ്യിലെങ്ങാനും ഈ ബ്ലഡിൻ്റെ പോലത്തെ കളറുള്ള എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഈ ചാന്ത തന്നെ ആയാലും മതി, തേച്ചിട്ട് അയ്യോ വാവു അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞൊന്ന് ആക്ട് ചെയ്ത് അവരെ സെറ്റാക്കുക. അപ്പോൾ എന്നിട്ട് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അതായത് ഈ ചോര എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അവിടെ പൊട്ടിയിട്ട് വേദനയുള്ളൊരു സംഭവമാണ് ഇതെന്നുള്ളത് അവർക്ക് അറിയണം അല്ലേ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയത്, അവർ പാല് വെറുത്ത് നിർത്തില്ല എന്നുള്ളതാണ്. വെറുപ്പോടുകൂടി പാല് കൂടി നിർത്തുക എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു കയപ്പുള്ളൊരു ഓർമ്മയായിട്ട് പോകും അല്ലേ. അല്ലെങ്കിൽ അവർക്കതൊരു സ്ട്രെസ്ഫുള്ളായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആയെങ്കിൽ ആ കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ അതും ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാവുന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.